ഇപ്പോൾ വരുന്ന വാർത്ത എറണാകുളം കലൂരിൽ ഗോഡൌണിന് തീപിടിച്ചു. കലൂർ കറുകപ്പള്ളി റോഡിലുള്ള ഗോഡൌണാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാൻ ശ്രമിക്കുന്നു. ശ്യാംകുമാറിന്റെ വിവരങ്ങളുമായി. ശ്യാം, വീടുകളും ആളുകളും ഒക്കെ തിങ്ങിപ്പാർക്കുന്ന അടുത്തടുത്തുള്ള ഒരു മേഖലയാണ് അവിടം. എന്താണ് തീപിടുത്തത്തിന്റെ കാരണമെന്ന് മനസ്സിലാകുന്നുണ്ടോ? ഗോകുൽ, തീയണയ്ക്കാനായിട്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ ഗോഡൌണിന്റെ അവിടെ നിൽക്കുന്ന ദൃശ്യങ്ങൾ, ആ മുകളിലൂടെ കയറുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഏതായാലും നേരത്തെ തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ ഫയർഫോഴ്സ് ഉൾപ്പെടെ ഇവിടെ വളരെ വേഗത്തിലെത്തുകയും നാട്ടുകാർ ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നവർ എത്തുകയും ചെയ്തിരുന്നു. അവരാണ് ആദ്യഘട്ടത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇപ്പോഴും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ മുകളിലൂടെ കയറി തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുകയാണ്. AC ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുള്ള ഗോഡൌണാണ്. തീ അതുകൊണ്ട് തന്നെയാണ് തീപിടുത്തം ഉണ്ടായപ്പോൾ വളരെ വേഗത്തിൽ പുക പ്രദേശത്താകെ നിറഞ്ഞത്. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യൂണിറ്റുകൾ എത്തിയാണ് തീ അണയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ആദ്യഘട്ടത്തിലൂടെ തീപിടുത്തത്തിന് എത്തിയ ഒരാൾ ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട്. എപ്പോഴായിരുന്നു ഈ തീപിടുത്തം ഉണ്ടായത്? ശരി 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 ഓക്കെ. ഇപ്പൊ ഒരു അരമുക്കാൽ മണിക്കൂർ ഉണ്ടാവും. ആദ്യ സമയത്ത് ഇതുപോലെ തന്നെ ഞങ്ങള് നോമ്പുള്ളത് കൊണ്ട് നോമ്പ് തുറക്കാനായിട്ട് എല്ലാവരും ഓടി കൂടുന്ന ജംഗ്ഷനിൽ കൂടും, കറുപ്പള്ളി ജംഗ്ഷനിൽ കൂടിയിരിക്കുമ്പോഴാണ് ഇതുപോലെ അറിഞ്ഞ് പുക പോകണ കണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും ഓടി വന്നത്. ഓടി വന്നപ്പോൾ ഇവിടെ ആകെ കെട്ടി, ആകെ ഗേറ്റൊക്കെ അടച്ച് ആകെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. ഞങ്ങൾ ഇതെല്ലാം ഗേറ്റ് തന്നെ പൊളിച്ച് തന്നെയാണ് നാട്ടുകാരെ അകത്ത് കയറി. അങ്ങനെ പോലീസുകാരെ വിളിച്ചു, ഫയർഫോഴ്സിനെ വിളിച്ചു. അങ്ങനെ എല്ലാ മേഖലയും എല്ലാവരെയും വന്നിട്ടാണ് അകത്ത് കയറിയപ്പോൾ ഇവിടെയൊക്കെ ലോക്കായിരുന്നു. എല്ലാ ഡോറും പൊളിച്ചാണ് അകത്ത് കയറിയത്. എല്ലാ ഡോറും അകത്ത് മേളിൽ ചെന്ന് മേളിലും പൊളിച്ചിട്ട് ഫയർഫോഴ്സിന് ഹോസ് അങ്ങോട്ട് എത്തിക്കാനുള്ള സജ്ജീകരണമൊക്കെ ഇറക്കി കൊടുത്തിട്ടാണ് ഞങ്ങൾ ബാങ്ക് കൊടുത്തപ്പോൾ താഴത്തേക്ക് ഇറങ്ങി നോമ്പ് തുറക്കാൻ വേണ്ടി. ആദ്യഘട്ടത്തിൽ ഇവിടെ എത്തിയ ആളുകളാണ് പ്രതികരിച്ചത്. തീ അകത്തേക്ക് ഇലക്ട്രോണിക് ഉപകരണങ്ങളായതിനാൽ തന്നെ അത് തീ പിടിച്ചപ്പോൾ അത് വളരെ വേഗത്തിൽ പുക ഇവിടെ ആകെ നിറഞ്ഞിരുന്നു. ഇപ്പോഴും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ ദൃശ്യങ്ങളിൽ കാണാം. അവിടെ മുകൾ ഭാഗത്ത് അവരകത്തേക്ക് ആ മുകളിലുണ്ടായിരുന്ന ആ ഷീറ്റുകൾ പൊളിച്ച് അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഏതായാലും അകത്തേക്ക് അവിടെ കയറിയാണ് നേരത്തെ ഫയർഫോഴ്സ് വെള്ളം ഉപയോഗിച്ച് തീയൊക്കെ നിയന്ത്രണ വിധേയമാക്കിയത്. ഏതായാലും നിലവിൽ ഇപ്പോഴും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. ഈ ഗോഡൌണിന്റെ അകത്ത് ഉൾപ്പെടെ കയറാനായിട്ട് ഗേറ്റുകൾ അടച്ചിരുന്നത് വലിയ തടസ്സമാണ് ഉണ്ടാക്കിയിരുന്നത്. നിലവിൽ ഇപ്പോൾ ഫയർഫോഴ്സിന്റെ വിവിധ യൂണിറ്റുകളാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നത്. തീയല്ല, മറിച്ച് പുകയാണ് പ്രശ്നമാക്കിയത്. ഇപ്പോൾ തീ അകത്തുള്ളത് പൂർണ്ണമായും ഫയർഫോഴ്സ് കെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അകത്ത് ഉൾപ്പെടെ പരിശോധന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇനി തീ പിടിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതിന്റെ പരിശോധനകളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശരി, കലൂർ കറുകപ്പള്ളി റോഡിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. കനത്ത പുകയുയർന്നിരുന്നു. ഏതായാലും ഇപ്പോൾ തീ നിയന്ത്രണ വിധേയം എന്ന വിവരമാണ് ശ്യാംകുമാർ നൽകുന്നത്.